ചേട്ടാ, അനശ്വര രാജൻ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയ യുവ നടിയാണ്. ഈ കഴിഞ്ഞ ദിവസം അവരുമായി ബന്ധപ്പെട്ടൊരു വിവാദം പുറത്തു വന്നു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ദീപു കരുണാകരൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുന്നു. സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഇന്ദ്രജിത്ത് നേരിട്ട് വിളിച്ചിട്ട് പോലും ഇവർ ഈ പ്രൊമോഷൻ പരിപാടികളുമായി സഹകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ആരോപണവുമായി രംഗത്തെത്തിയത് ചിത്രത്തിൻ്റെ സംവിധായകനായ ദീപു കരുണാകരനാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സിനിമാ മേഖലയിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ അമ്മയും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നടന്മാരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. എൻ്റെ ഏറ്റവും അവസാനത്തെ രൂപമാണിപ്പോൾ വന്നിരിക്കുന്നത്. അതൊക്കെ ഏകദേശമൊക്കെ പരിഹരിച്ചു. ഒരു എമ്പുരാൻ വരാൻ പോവുകയാണ്. എമ്പുരാൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രണ്ടിടത്തുള്ള ആളാണല്ലോ ഈ ആന്റണി പെരുമ്പാവൂർ. അതിനേക്കാൾ അപ്പുറം മലയാള സിനിമയുടെ അതിജീവനത്തിന് എമ്പുരാൻ പോലൊരു സിനിമ ആവശ്യമാണ്. ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘട്ടമാണിത്. അത്ര മലയാള സിനിമ മാത്രമല്ല, മലയാള തിയേറ്റർ ഫീൽഡ് ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് അവർക്കൊരു പുനരുജ്ജീവനം വേണമെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ വരണം. മോഹൻലാലിൻ്റെ ഒരു സിനിമ വന്നേ മതിയാവുകയുള്ളൂ. എമ്പുരാൻ പോലെയുള്ളൊരു സിനിമ വന്നേ മതിയാവുകയുള്ളൂ. ആ ഘട്ടത്തിൽ ഇതെല്ലാം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ എടുത്തു. അപ്പോൾ ഒരു സൈഡിൽ ഇതൊക്കെ പരിഹരിച്ചു വരുമ്പോഴാണ് ഇപ്പുറത്ത് വെടിപൊട്ടുന്നത്. അപ്പോൾ ദീപു കരുണാകരൻ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം എനിക്കൊന്ന് 5 സിനിമകൾ ഇതിനോടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. 5 സിനിമകൾ. അപ്പം കാര്യമായിട്ടൊരു ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായിട്ടുള്ള സിനിമകളൊന്നും അദ്ദേഹം സംഭാവന മലയാള സിനിമയ്ക്ക് ചെയ്തിട്ടില്ല. എങ്കിലും ആളുകളെ അതെ ചിരിപ്പിക്കാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള കുറേ സിനിമകൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിഭയങ്കരമായിട്ടുള്ള ത്രില്ലറോ അല്ലെങ്കിൽ മാസ് സിനിമകളോ ഒന്നും അല്ലാത്ത രീതിയിൽ സിനിമകൾ, വലിയ ഇടവേളകളെടുത്ത് സിനിമകൾ ചെയ്യുന്ന ആളാണ്. അതെ, ക്രേസി ഗോപാലൻ, അങ്ങനെ കുറേ സിനിമകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സിനിമയുടെ ആരംഭം എന്ന് പറയുന്നത് 2023 തുടങ്ങിയതാണ്. അത് ആ 2023 തുടങ്ങിയ തുടക്കം 2025 ആ സംവിധായകനെ കൊണ്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ആ സംവിധായകൻ്റെ കൂടെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അനശ്വര രാജനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ തരത്തിലുള്ള പ്രൊമോഷൻ പരിപാടികൾക്ക് ഓടിയെത്തുന്ന ഒരാളാണ്. ആ അനശ്വര രാജൻ എന്തുകൊണ്ട് ദീപു കരുണാകരൻ്റെ സിനിമയ്ക്ക് മുഖം തിരിക്കുന്നു എന്നുള്ളത് അതിന് വ്യക്തമായൊരു കാരണം വേണ്ടേ? എന്തുകൊണ്ട് അനശ്വര മുഖം തിരിക്കുന്നു? എല്ലാ പരിപാടികൾക്കും എല്ലാ സിനിമകളുടെയും പ്രൊമോഷന് വേണ്ടി ഓടി നടക്കുന്ന, ക്യാമ്പസുകൾ തോറും ഓടി നടക്കുന്ന അനശ്വര രാജന് ദീപു കരുണാകരന് വേണ്ടി പ്രൊമോഷന് വരിക എന്നല്ല, അതിലെ പാട്ടുകൾ റിലീസായ ദിവസം അതിനുവേണ്ടി ഒരു ഇൻസ്റ്റഗ്രാമിൽ 3 പോസ്റ്റുകൾ, അതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. 3 പോസ്റ്റുകൾ ഇടാത്തത് കൊണ്ട് ഈ മ്യൂസിക് കരാറിൽ എടുത്തിരിക്കുന്ന കമ്പനി 10 ലക്ഷം രൂപയ്ക്കാണ് അത് കരാർ പോയിരിക്കുന്നത്. അവർ വലിയ സമ്മർദ്ദം ഇദ്ദേഹത്തിനോട് ചെലുത്തുന്നു എന്നാണ് ദീപു കരുണാകരൻ പറയുന്നത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നിന്നേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ അനശ്വര രാജൻ നല്ല നടിയാണ്. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് പോലെയുള്ള രംഗങ്ങൾ അഭിനയിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഇപ്പോൾ മലയാളത്തിലുള്ളതിൽ രേഖാചിത്രം പോലുള്ള സിനിമകളിലൂടെ കരിയർ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ പ്രണയവിലാസം, രേഖാചിത്രം, പിന്നെ എബ്രഹാം ഓസ്ലർ, ഇതിലൊക്കെ അവർ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിൽ, അതായത് ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ, നടിയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് കഥ പോകുമ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മിസ്കാസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെക്കാൻ ശേഷിയുള്ള ആളാണ് അനശ്വര രാജൻ. 8 വർഷമായിട്ടുള്ള ഒരു കരിയറിൽ എത്തിയിട്ട് എനിക്കൊന്ന് 2017 ഉദാഹരണം സുജാത, അതിൽ നിന്നാണ് അവരുടെ കരിയർ ഗ്രാഫ് വന്നത്. അന്ന് അവരൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ വരുന്ന തണ്ണീർമത്തൻ ബ്രേക്ക് ത്രൂ ആയിട്ട് വരുന്നത്, അത് അന്ന് അവർ +2. അവരുടെ കരിയർ വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഇത് അടിസ്ഥാനത്തിൽ പോലെ നമുക്ക് നോക്കാം. അപ്പോൾ +2 ആയപ്പോൾ അവർ തണ്ണീർമത്തൻ ദിനമെത്തിയപ്പോൾ ഒരു +2 ആയി, +2ലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ അവർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായിട്ട് സൂപ്പർ ശരണ്യയിൽ വരുന്നു, മെഡിക്കൽ വിദ്യാർത്ഥിനിയായിട്ട് എബ്രഹാം ഓസ്ലറിൽ വരുന്നു. അങ്ങനെ അവരുടെ കരിയർ ആ രീതിയിൽ ഇങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. അപ്പം മാത്രമല്ല അവർ വളരെ ധൈര്യപൂർവ്വം ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനും അതേസമയം ഈ പറയുന്ന പ്രണയ നിമിഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പൈങ്കിളി പെൺകുട്ടിയായിട്ട് അഭിനയിക്കാനും അതുപോലെ തന്നെ ഒരു പൊട്ടി പെൺകുട്ടിയായിട്ട് അഭിനയിക്കാനും എല്ലാത്തിനും ഫ്ലെക്സിബിളാണ് ഈ അനശ്വര രാജൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ പയ്യന്നൂരിൽ നിന്നുള്ളൊരു കുട്ടിയാണത്. അപ്പോൾ ഈ കുട്ടി എല്ലാത്തിനും ഫ്ലെക്സിബിളായിട്ട് ആ കുട്ടി ഈ പറയുന്ന കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ ആ കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മലയാള സിനിമയുടെ ഒരു പ്രാധാന്യം അതിൻ്റെ അടിവേരിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വൻവൃക്ഷം, ഏത് വൻവൃക്ഷമാണെങ്കിലും വേരിൽ നിന്നും മണ്ണൊലിച്ച് പോയി കഴിഞ്ഞാൽ അത് കടക്കൽ നിന്നും മണ്ണൊലിച്ച് പോയി കഴിഞ്ഞാൽ അത് നിലം പതിക്കും. അതേത് വൻവൃക്ഷമാണെങ്കിലും നമ്മളൊരു ഉരുൾപൊട്ടൽ ശ്രദ്ധിച്ചാൽ മതിയാവും. ഒരു ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ മണ്ണിടിഞ്ഞു പോകുമ്പോൾ വൻവൃക്ഷങ്ങളെ വരെ വലിച്ചത് തറയിലിടും.
അതിന് ആ വൃക്ഷം നിന്ന സ്ഥലം പോലും പിന്നെ ആ ഉരുൾപൊട്ടൽ ഉണ്ടാക്കില്ല. അപ്പം അത്തരത്തിൽ വീണുപോയ ഒരുപാട് നടിമാരുണ്ട്. ഇപ്പം ബാലതാരമായി എത്തി വളരെ വലിയ രീതിയിൽ ശോഭിച്ചിരുന്ന ബാലതാരമായി വലിയ ശോഭിച്ചിരുന്ന നടിമാർക്ക് പലർക്കും പിന്നീട് കാലിടറിയിട്ടുണ്ട്. കരിയറിൽ നിലയുറപ്പിക്കാൻ ഫീൽഡ് ഔട്ടായി പോയിട്ടുണ്ട്. ഒരുപാട് നടിമാരുണ്ട്. വന്ന് മുഖം കാണിച്ച് ജസ്റ്റ് മലയാള സിനിമയുടെ സൈഡിൽ കൂടി വന്നു പോയ ഒരുപാട് നടിമാരുണ്ട്. 1-2 സിനിമകളിൽ മാത്രം അഭിനയിച്ചു പോയ, നമ്മൾ ആ സിനിമ വൻ ഹിറ്റായിരുന്നു, ചില സിനിമകൾ വൻ ഹിറ്റായിരുന്നു, അവർക്ക് അഭിനയിച്ച വൻ ഹിറ്റായിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്കൊന്നൊരു 8 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു പോലീസ് വേഷത്തിൽ ഒരു പോലീസ് കഥ ബേസ് ചെയ്തുകൊണ്ട് വന്ന സിനിമയിലെ നടി അകപ്പാടെ 2 ചിത്രങ്ങളിലാണ് ആ കുട്ടി വന്നത്. പിന്നെ ആ കുട്ടി എവിടെ പോയി എന്ന് പോലും അറിയില്ല. ആ കുട്ടി അഭിനയിച്ച സോങ് വരെ വളരെ ഹിറ്റാണ്. ഒരുപാട് പേര് പാടി നടക്കുന്ന, ഒരുപാട് പേര് റിംഗ് ടോൺ ആയിട്ട് ഇട്ടിരുന്ന, അതിലെ മ്യൂസിക് വരെ റിംഗ് ടോൺ ആയിട്ട് ഇട്ടിരുന്ന, ഇപ്പോഴും നമ്മൾ ആ തിയേറ്ററിൽ ടി വിയിൽ ആ സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ സിനിമയിലെ നടി പിന്നെ എവിടെ പോയി ആർക്കും ഒരു ഇതുമില്ല. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതുപോലെ തന്നെ നടൻ രതീഷിന്റെ മകൾ നല്ല അഭിനേത്രിയായിരുന്നു, നന്നായിട്ട് മധുരനാരങ്ങയിലൊക്കെ നന്നായിട്ട് അഭിനയിച്ച ഒരു കുട്ടി. ആ കുട്ടിയൊന്നും നിലയുറപ്പിച്ചത്. പിന്നെ കുടുംബത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലിക്കാണെന്ന് തീരുമാനിച്ചൊരു കുട്ടി എന്നുള്ളതിലേക്ക് അത് കളഞ്ഞിട്ട് അതിൻ്റെ പാട്ടിന് പോയി. അങ്ങനെ ഒരുപാട് നടിമാർ വന്നു കാലുറപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്, തെന്നി വീണ് പോയ സ്ഥലമാണ് ഈ പറയുന്ന മലയാള സിനിമ. അവിടെയാണ് കാലുറപ്പിക്കാൻ അനശ്വര രാജനെ കൊണ്ട് സാധിച്ചത്. ഇപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും അവരതിൻ്റെ കാരണം വ്യക്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ അവർക്ക് ദീപു കരുണാകരനുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ദ്രജിത്തിനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ഒരു നടനെ അപമാനിക്കുകയല്ല വേണ്ടുന്നത്. അങ്ങനെ അപമാനിച്ചിട്ട് അത് നമുക്കറിയില്ല. ഇപ്പം ദീപു കരുണാകരൻ പറയുന്നൊരു കാര്യം, ഇതിൽ ഇന്ദ്രജിത്ത് അവരെ വിളിച്ചു, ഇത് നമ്മുടെ സിനിമയാണ്, ഇത് ഇങ്ങനെ കാണിക്കുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്ത അവർ പിന്നീട് അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ മാതാവിനെ വിളിക്കുമ്പോൾ എനിക്ക് പറയാനേ സാധിക്കുകയുള്ളൂ, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് അവരവരുടെ നിസ്സഹായത പറയുകയാണ്. ഇവരുടെ മാനേജറെ വിളിക്കുമ്പോൾ മാനേജർ ഫോൺ അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇടും, 10 മിനിറ്റ് കഴിയുമ്പോൾ ഇടും, 15 മിനിറ്റ് കഴിയുമ്പോൾ ഇടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി പോവുകയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ധ്യാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന പോലെ, ഇത് എഗ്രിമെൻ്റ് ഉണ്ട്. എഗ്രിമെൻ്റ് പ്രകാരം എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അഭിനയം മാത്രമല്ല, സിനിമയുടെ പ്രൊമോഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എഗ്രിമെൻറ്റ് ചെയ്യുന്നത്. പ്രൊമോഷൻ വളരെ പ്രധാനമാണ്, സിനിമയുടെ പ്രൊമോഷൻ വളരെ പ്രധാനമാണ്. എഗ്രിമെൻറ്റിൽ ഇപ്പോൾ എല്ലാ സിനിമാക്കാരും, ഏത് സിനിമാക്കാരും എടുത്തു നോക്കിയാലും അവർ എഗ്രിമെൻറ്റ് വെക്കുന്നത് പ്രൊമോഷനെ കൂടി ആഡ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചു പോകുന്ന നടനെയോ നടിയോ പിന്നെ കിട്ടില്ല, എഗ്രിമെൻറ്റിന് ഈ പ്രൊമോഷന് കിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ വിനയ് ഫോർട്ട് ഒരു സിനിമയിൽ വേറൊരു സിനിമയുടെ പിന്നെ അഭിനയിക്കുന്ന അതേ കോലത്തിൽ വന്ന് വേറൊരു പ്രൊമോഷൻ ഓടി വരേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ലുക്ക് മൊത്തം മാറ്റിയിട്ടാണ് മറ്റൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ ലൊക്കേഷനിൽ നിന്ന് ഓടി പ്രൊമോഷന് വരേണ്ടി വന്നത് ഈ എഗ്രിമെൻറ്റിൻ്റെ ബലമാണ്. ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിനും സംവിധായകനുമുള്ള ഏറ്റവും മികച്ച ഒരു ബലമാണ്. ഇപ്പോൾ ഈ സാധാ ഈ ചെറിയ ആക്ടേഴ്സിനെ, ഈ സഹനടന്മാരായിട്ട് അഭിനയിക്കുന്ന സപ്പോർട്ടിങ് ആക്ടേഴ്സിനെയൊക്കെ ഈ പ്രൊമോഷന് കിട്ടും, ഇവർ വരില്ല. ഇവർ ഇൻഫ്ലുവൻസേഴ്സിനെ ഈയിടെയായിട്ട് ധാരാളമായി സിനിമയിൽ ഉൾപ്പെടുത്താറുണ്ട്. കാരണം സാമൂഹിക മാധ്യമങ്ങളിൽ ഇവർക്കുള്ള ഒരു പ്രാധാന്യം അവർ കൂടുതൽ പ്രൊമോഷൻ ഇതിന് നൽകും. തീർച്ചയായും നൽകും. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമയിൽ പിന്നെ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന അയാളെ കുറച്ച് പേർ വിളിക്കുന്ന ആൾ ഒരു സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയിലെ കുറിച്ച് അത് ബലമായി ആ സിനിമ നല്ലതാണെന്ന് അയാളെ കൊണ്ട് പറയിക്കുന്നതാണ് ആരംഗം അഭിനയിച്ച ഈ മനുഷ്യൻ പുറത്തിറങ്ങിയ ആ സിനിമ മോശമാണെന്ന് പറയുകയും ചെയ്തു. അത് വേറെ കാര്യം. അത് സിനിമയിൽ ഇത് നല്ല സിനിമയാണ്, നല്ല അടിപൊളി സിനിമ എന്നൊക്കെ പറഞ്ഞ് ഈ പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രീ പ്ലാൻ ചെയ്യുന്ന വിവാദങ്ങൾ, ഇത്തരത്തിൽ ഈ ഒരു പേരിൽ ഒരു സിനിമയെക്കുറിച്ച് നമ്മളാരും കേട്ടിട്ടില്ലാതിരിക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിവാദവുമായി സംവിധായകൻ എത്തുന്നു. പ്രൊമോഷന്റെ ഭാഗം കൂടിയാണ്. അതൊരു വശമാണ്. വിവാദം നമുക്കറിയില്ല, അങ്ങനെയാണെന്ന് പറയുന്നില്ല. വിവാദം ചില സിനിമകളെ രക്ഷിച്ചിട്ടുണ്ട്, ചില സിനിമകളെ വിവാദം വലിയ രീതിയിൽ രക്ഷിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മാളികപ്പുറം തുടങ്ങുന്നതിന് മുമ്പേ വിവാദമായിരുന്നു. ആ വിവാദം ആ സിനിമയെ ഭയങ്കരമായി ഗുണം ചെയ്തു സിനിമയ്ക്ക്. കാരണം ഈ സിനിമയിൽ എന്താണ് എന്നറിയുവാൻ വേണ്ടി എല്ലാവരും കൂടി ഓടിച്ചെന്ന് ഈ സിനിമ കാണുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. മാളികപ്പുറത്തിന് വലിയ രീതിയിൽ അതിനെ പ്രൊമോഷൻ വിവാദം അതിനെ പ്രതീക്ഷിച്ചതിനപ്പുറം പോയ സിനിമയാണ്. പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് സിനിമ വലിയ ഗംഭീരമായിട്ട് കയറി വന്നു. അതുപോലെ പല സിനിമകളും ഇങ്ങനെ വിവാദം ഉണ്ടാക്കി രക്ഷപ്പെട്ടു പോയ സിനിമകൾ ധാരാളം, വിവാദം ഉണ്ടാക്കി രക്ഷപ്പെട്ടു പോയ സിനിമകളുണ്ട്. ഇതിപ്പോൾ ദീപു കരുണാകരന് ഇനിയിപ്പോൾ അനശ്വര രാജൻ വരേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം പ്രാധാന്യം കിട്ടി, നല്ല പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട്. കാര്യം മെയിൻ സ്ട്രീം മീഡിയാസ് മുഴുവൻ ദീപു കരുണാകരൻ്റെ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ദീപു കരുണാകരൻ അനശ്വര രാജൻ എന്ന് ഗൂഗിൾ നോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വിവാദത്തെക്കുറിച്ച് ഒരു 10,000 സ്റ്റോറീസ്
ഗൂഗിൾ നമുക്ക് തരും. ആ സിനിമയിൽ അനശ്വര രാജൻ ഉണ്ടെന്നും പറഞ്ഞു, ഇന്ദ്രജിത്ത് ഉണ്ടെന്നും പറഞ്ഞു, ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്താണെന്നും പറഞ്ഞു. പിന്നെ മിസ്സിസ് ആൻഡ് മിസ്റ്റർ ബാച്ചിലർ എന്ന് പറയുമ്പോൾ ഏകദേശമൊക്കെ നമുക്ക് കഥയെ ഊഹിച്ച് പോകാവുന്നതേ ഉള്ളല്ലോ. അപ്പോൾ അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഈ പറയുന്ന പോസ്റ്ററൊക്കെ അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ ഒരു സ്റ്റൈൽ നോക്കുമ്പോൾ ഇത് രാജാറാണിയുടെ ഒരു സ്റ്റൈലുണ്ട് അതിന്. രാജാറാണി പഴയൊരു സിനിമയുണ്ടല്ലോ തമിഴിലെ രാജാറാണി, അതിൻ്റെ ഒരു സ്റ്റൈൽ ഇതിനകത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഹിറ്റായ സിനിമയാണ് രാജാറാണി. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലിനകത്ത് ആ ഒരു പോസ്റ്ററിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടപ്പോൾ അത് ഏകദേശമൊക്കെ ആ ഒരു സ്റ്റൈലിൽ ഈ സാധനം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം, കരിയർ നശിപ്പിക്കാൻ അനശ്വരയെ പോലെ ഒരു കുട്ടി തയ്യാറാകാതിരിക്കുന്നതായിരിക്കും എൻ്റെ ചിന്തയിൽ. പ്രീപ്ലാൻഡ് ആയിട്ടല്ല ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അനശ്വരയെ പോലെ ഒരു കുട്ടി ഇൻഡസ്ട്രിയിൽ ഒറ്റപ്പെടാൻ അധികം സമയം വേണ്ട. ഇൻഡസ്ട്രിയിൽ ഇനി എത്ര വലിയ വൻ വൃക്ഷമാണെന്ന് പറഞ്ഞാലും തലക്കനമുണ്ടെങ്കിലും ഒറ്റപ്പെടുത്താൻ, ഇൻഡസ്ട്രിയിൽ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഈ കളി മാറും. പാർവതി തിരുവോത്തിൻ്റെയൊക്കെ അവസ്ഥയിലേക്ക് എത്തേണ്ടി വരും. പാർവതി തിരുവോത്തൊക്കെ തലക്കനം ഒരുപാടായപ്പോഴാണ് തറയിലേക്ക് കൂപ്പുകുത്തിയത്, തറയിലേക്ക് വീണു പോയത്. അല്ലെങ്കിൽ അവരുടെ കരിയർ ഇപ്പോൾ ആൾക്കാർ പറയും അവർക്ക് പണമില്ലേ, സിനിമ ഇല്ലാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഈ ഗ്രാഫിലൊന്നും നിൽക്കേണ്ടവരല്ല. അവർ എത്രയോ ഉയർച്ചയിൽ പോകേണ്ട ഒരു നടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അനശ്വരയ്ക്ക് അതൊരു പാഠമായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പം ബോൾഡായിട്ടുള്ള ആക്ട്രസ് എന്ന് പറഞ്ഞ് അവരെ സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു ഇടമാണ് സിനിമയെന്ന് അതല്ല, അതൊരിക്കലും അല്ല. ഞാൻ പറഞ്ഞത് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കുളം കലക്കാനായിട്ട് പലരും പറഞ്ഞു തരും. ഇൻഡസ്ട്രിയിൽ കുളം കലക്കാൻ വേണ്ടി ഈ നമ്മൾക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഉപജാപക വൃന്ദം നമുക്ക് ചുറ്റും വന്നുകൂടും. ഈ വന്നു കൂടുന്നവന്മാരെ സൂക്ഷിക്കണം. ഇവർ നമ്മളെ കുഴി ചാടിക്കും അവസാനം. ഇനി ഏത് വലിയ മനുഷ്യനാണെങ്കിലും. കലാഭവൻ മണിക്ക് സിനിമയിൽ അതെ ശ്രീനിവാസിനെ എന്ന പോലെ അതെ ഈ കലാഭവൻ മണിക്ക് സംഭവിച്ച ഒരു കാര്യം ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈം എത്തിയതോടുകൂടി അദ്ദേഹത്തെ ആശ്രയിക്കുവാൻ വേണ്ടി ഒരുപാട് ഇത്തിൽ കണ്ണികൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. അത് അദ്ദേഹത്തെ വളരെ വലുതായിട്ട് ദ്രോഹിച്ചു കളഞ്ഞു. വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തെ ദ്രോഹിച്ചു, അദ്ദേഹത്തിനെ തകർത്ത് ഇല്ലാതാക്കി കളഞ്ഞു. ഏറ്റവും അവസാനം ഈ പറയുന്ന മനുഷ്യർക്ക് ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം മാത്രം മണ്ണോട് മറഞ്ഞു പോവുകയും ചെയ്തു. അദ്ദേഹത്തെ നശിപ്പിച്ച് കളഞ്ഞതാണ്. അദ്ദേഹത്തെ നശിപ്പിച്ച് കളയുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാഹനം, അതായത് നിരത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഏത് വേണമെങ്കിലും ചോദിച്ചാൽ ഈ പറയുന്ന കലാഭവൻ മണി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ കൈ കാണിക്കും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. വാഹനത്തിൻ്റെ കീ ചോദിക്കുന്ന ആരാണെന്ന് പോലും നോക്കാതെയാണ് അവിടെ ഇരിപ്പുണ്ടെന്ന് കൈ ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് അനശ്വര രാജനും തനിക്ക് മുന്നേ നടന്നവരുടെ കുറച്ച് പാഠം ഉൾക്കൊള്ളുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിച്ച് ഇവരെ പോലെയൊക്കെ തന്നെ കഴിവുള്ള, ഒരുപക്ഷെ ഇവരെക്കാൾ കഴിവുള്ള കുട്ടികൾ നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അഭിനയിക്കുന്ന കുട്ടികൾ, നമ്മളെ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ തയ്യാറുള്ള കുട്ടികൾ പുറത്തുണ്ട്. അവരൊക്കെ കയറി വന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവസരം കുറയും. ഇത് ഈ പറയുന്ന എന്താ പറയുക, തന്നെക്കാൾ മികച്ച ഒരാൾ വരുന്നത് വരെ ഉള്ളൂ ഈ പറയുന്നത്. അത് എപ്പോഴും നമ്മളെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക, തേച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കുക, അപ്ഡേറ്റ് ആവുക. അത് വളരെ പ്രധാനമാണ്. അപ്ഡേറ്റ് ആവാത്തൊരു മനുഷ്യൻ ഇന്നീ കാലത്ത് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഈ അഭിപ്രായം പറയുന്നതും നിലപാട് പറയുന്നതും ഒക്കെ ആകാം, പക്ഷേ അതിൽ നിന്ന് വരുന്ന ഇമ്പാക്റ്റുകളിൽ നിന്ന് സർവൈവ് ചെയ്യാനുള്ള മാർഗവും കൂടി തേടിയിരിക്കണം. അത് തീർച്ചയായിട്ടും വേണം. അതിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ജേർണലിസം പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന, ജേർണലിസം കഴിഞ്ഞ് ചാനലിലേക്ക് വന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം, നീ അപ്ഡേറ്റ് ആവുക, അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. അപ്ഡേറ്റ് ആവാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം, അപ്ഡേറ്റ് ആവാൻ നിനക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ നീ ഔട്ടാവും. അപ്പം പുതിയൊരു ജോലി മനസ്സിൽ കണ്ടുവച്ചിട്ട് വേണം അപ്ഡേറ്റ് ആവാതെ മിണ്ടാതിരിക്കാൻ. കാര്യം നമ്മളെ അവർ ശ്രദ്ധിക്കാനുള്ള കാരണം, ഞാൻ ഓഫീസിലെത്തിയ ശേഷമാണ് പത്രം എടുത്ത് വായിക്കുന്നത്. അതായത് ഞാൻ ഓഫീസിലെത്തുമ്പോൾ 11 മണിക്കാണ് ഡ്യൂട്ടിക്ക്, 11 മണിക്ക് ഞാൻ 10 മണിക്കാണ് ഡ്യൂട്ടിക്ക്, 10 മണിക്ക് ഓഫീസിൽ എത്തുമ്പോഴേ ഞാൻ പത്രം വായിക്കുന്നുള്ളൂ. ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1.5 വർഷത്തിനുള്ളിൽ വിക്കറ്റ് വീഴും, പുതിയൊരു ജോലി കണ്ടുപിടിച്ച് വെച്ചോളാൻ പറയും. ഇപ്പോൾ ഞാൻ ഓഫീസിലെത്തി, അത് ആദ്യം ഡെസ്കിലാണല്ലോ നമുക്ക് ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ ഡെസ്കിലെത്തുമ്പോൾ ഡെസ്കിൽ വാർത്തകൾ കാണുമ്പോൾ ഞാൻ അപ്പുറത്തിരിക്കുന്നവർ ഇത് എന്താ സംഭവം എന്തായിരുന്നെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഇപ്പുറത്തിരിക്കുന്ന സീനിയറായിട്ടുള്ളവർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം ഇത്രയും വലിയ സംഭവം ഈ നാട്ടിൽ നടന്നിട്ട് ഇവനിത് അറിഞ്ഞിട്ടില്ല. ഇവൻ കുളിച്ചവർക്ക് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത് ഇതൊന്നും അറിയാതെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ 1.5 വർഷം കൊണ്ട് മോനെ നീ 1.5 വർഷം കൊണ്ട് വേറെ ജോലിക്കാർ. അതുപോലെ ഇത് മനസ്സിലാക്കിയിരിക്കുക, സാഹചര്യത്തെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പെരുമാറുക. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈഗോ ക്ലാഷ് ഉണ്ടാവും. ഒരു സിനിമയിൽ അണിയറ പ്രവർത്തകരുമായി പ്രശ്നം ഉണ്ടായിരിക്കും, ചിലപ്പോൾ സംവിധായകനോട് തന്നെയായിരിക്കും പ്രശ്നം, ചിലപ്പോൾ നടനോടായിരിക്കും പ്രശ്നം. പക്ഷേ സിനിമ എന്ന് പറയുന്ന ഒരു കളക്റ്റീവായിട്ടുള്ള സാധനമാണ്, ഒരു ഒത്തൊരുമയുടെ ഒരു എഫോർട്ടാണ്, എഫോർട്ടിൻ്റെ ഒരു റിസൾട്ടാണത്. അതിനെ താങ്കൾക്ക് തരുന്ന പ്രാധാന്യം, താങ്കളുടെ ജോലി, ആ താങ്കളുടെ ജോലിയെ ബഹുമാനിക്കാൻ ഉള്ള, അത് സിനിമ അത് വന്നേ മതിയാകൂ
അത് എൻ്റെ കൂടി നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്, എന്നിലൂടെ ഒരുപാട് പേർ നിലനിന്ന് പോകേണ്ട ആവശ്യമുണ്ടെന്നുള്ള ബോധ്യമുള്ളാകുമ്പോൾ ഈ പറയുന്ന തലയിൽ കയറിയിരിക്കുന്ന ഈ കനമൊക്കെ ഇറക്കി വെച്ച് ഇത് ചെയ്യാൻ പറ്റും. ഇവർ ഒരു കാര്യവും പറയുന്നില്ല, ഇവർ ഫോൺ എടുക്കില്ല, ഇവർ ആരുടെടുത്തും ഇത് ചെയ്യുന്നില്ലെന്നാണ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ വേർഷൻ വെച്ചിട്ടാണ്, അങ്ങനെ സംഭവിച്ചിട്ടുള്ളെങ്കിലാണുള്ള കാര്യമാണ് പറഞ്ഞത്. രണ്ടാണെങ്കിൽ സിനിമയുടെ പ്രൊമോഷനിൽ നിന്ന് മാറിയിരിക്കുന്നത് തെറ്റായ നടപടിയാണ്. അത് പല നടന്മാരും പരസ്യമായും രഹസ്യമായും ഒക്കെ ഇൻഡസ്ട്രിയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ നോട്ട് ചെയ്യുന്ന ഇവരുടെ പേരിൽ ആദ്യമായിട്ട് ഒരു വിവാദം വരുന്നത്. ശരി.